ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗത്ത് കർത്താവായ യേശുവും മാർത്തോമാ ശ്ലീഹായും തമ്മിലുള്ള സംഭാഷണമാണ് വിവരിക്കുന്നത്. ദിശാബോധം നഷ്ടപ്പെട്ട് വഴിയറിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന മാർത്തോമാ ശ്ലീഹായ്ക്ക് യേശു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. നമ്മുടെ ജീവിത യാത്രയിൽ വഴി അറിഞ്ഞിരിക്കേണ്ടത് ശരിയായ ജീവിതയാത്രയ്ക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ജീവിതം എന്നത് ഒരിക്കലും മാറ്റിവെക്കാനാകാത്ത ഒരു യാത്രയാണ്. വഴി മോശമായിരുന്നാലും സൗകര്യങ്ങൾ കുറവായിരുന്നാലും യാത്ര തുടർന്ന് മതിയാവും. ചെറിയ ചെറിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ യാത്രയിൽ പരിചിതരും അപരിചിതരുമായ പലരെയും നാം കണ്ടുമുട്ടുന്നു. ചിലർ ജീവിതയാത്രയിൽ നമുക്ക് ഒരു മുതൽക്കൂട്ടാകുമ്പോൾ മറ്റു ചിലർ അനുഭവങ്ങളും നൊമ്പരങ്ങളും നൽകി പാഠങ്ങളായി തീരുന്നു. തുടക്കത്തിൽ ഒപ്പം ഉള്ളവർ അവസാനത്തിൽ ഒപ്പം ഉണ്ടാകുകയുമില്ല എന്നാണ് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതയാത്രയിൽ നമുക്കൊപ്പം സുഖ ദുഃഖങ്ങളിലും ജയപരാജയങ്ങളിലും കൂടെയുണ്ടാകുന്നത് നമ്മുടെ നിഴൽ മാത്രമാണെന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. നല്ല വഴികൾ പലപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പോകുന്ന വഴികളിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പഠിക്കുക തന്നെ വേണം. യാത്ര സുഖകരമായി തീരുവാൻ ഇന്നലെയുടെ ഭാണ്ഡക്കെട്ടുകൾ താഴെ ഇറക്കി വയ്ക്കുക. നാളെയുടെ അനിശ്ചിതത്വങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുക. എന്നിട്ട് ഇന്നിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരസ്പരം പങ്കുവച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ചിരി എന്ന മരുന്നിന് മറുമരുന്ന് ഇല്ലാത്തതിനാൽ ചിരി എന്ന ഇന്ധനം ജീവിതയാത്രയിൽ ഉടനീളം കരുതണം. കാരണം ഈ ചെറിയ നമ്മുടെ ജീവിതയാത്രയിൽ ബാല്യവും യൗവനവും വാർദ്ധക്യവും ഉറക്കവും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ആ അവശേഷിക്കുന്ന സമയം പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും ജീവിക്കണമെന്നാണ് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ജാപ്പനീസ് സംസ്കാരത്തിൽ കിൻസുഗി എന്നൊരു കലയുണ്ട്. ആ കലയുടെ പ്രത്യേകത, പൊട്ടിപ്പോയ ഒരു വസ്തുവിന് സ്വർണം കൊണ്ടവർ വിളക്കി ചേർക്കുന്നു. അങ്ങനെ ആ വസ്തുവിൻ്റെ മൂല്യം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പല മടങ്ങ് വർദ്ധിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതയാത്രയിൽ എത്രയെത്ര ബന്ധങ്ങളാണ് മുറിഞ്ഞ് കഷണം കഷണമായി മാറിപ്പോയത്. അപ്പം ഇനിയുള്ള ഈ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തിലും മുറിഞ്ഞു പോയ ബന്ധങ്ങളെ സ്വർണതുല്യമായ ചിന്തകളും പെരുമാറ്റവും കൊണ്ട് കരുപിടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതയാത്ര ധന്യമാകും. 1-ാം സങ്കീർത്തനത്തിൽ 6-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ദുഷ്ടൻ്റെ വഴി നാശകരമായിരിക്കും. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഒരു വഴി മാത്രമാണുള്ളത്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന് മാർത്തോമാ ശ്ലീഹായിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ കുരിശിൻ്റെ വഴി മാത്രമാണ്
നമ്മുടെ മുന്നിലുള്ള വഴി. അതുകൊണ്ട് എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.